ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പേപ്പർ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതൊരു റീസൈക്കിൾഡ് ക്രാഫ്റ്റ് ഐഡിയ എന്നൊക്കെ പറയാം, കാരണം നമ്മളൊരു വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഈ ജ്വല്ലറി, വാച്ച്, ബെൽറ്റൊക്കെ മേടിക്കുമ്പം ഒരു ബോക്സ് കിട്ടില്ലേ, ആ ബോക്സ് വെച്ചാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രിൻ്റ് ഔട്ട്സൊക്കെ എടുത്തായിരുന്നു. ലിറ്റിൽ മെർമെയ്ഡ് എന്ന് പറഞ്ഞിട്ട് വാൾട്ട് ഡിസ്നിയുടെ ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ ഫേമസ് ആയിട്ടിരുന്ന കാർട്ടൂണാണ് ഏരിയൽ എന്ന് പറഞ്ഞൊരു മെർമെയ്ഡിൻ്റെ സ്റ്റോറി. അപ്പോൾ അതിൻ്റെ തീമിലാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ബോക്സ് ഡയോറമ എന്നാണ്. അപ്പോൾ ഇന്നത്തെ തീം ഫുള്ള് അണ്ടർ വാട്ടർ സീൻസാണ്. അപ്പോൾ ഈ ലിറ്റിൽ മെർമെയ്ഡ് എന്ന് പറഞ്ഞ മൂവി കടലിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഓഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കോറൽ റീഫ്സ്, ബബിൾസ്, ഒരു ഫിഷും പിന്നെ ഒരു ക്രാബുമാണ് ഏരിയലിൻ്റെ സൈഡ് ക്യാരക്ടേഴ്സായിട്ട് ആ മൂവിയിൽ വരുന്നത്. ഫിഷിൻ്റെ പേര് ഫ്ലൗണ്ടർ, ക്രാബിൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. അപ്പോൾ ഈ 3 പേരെ മാത്രമേ ഞാൻ ഇതിൽ ചെയ്യുന്നുള്ളൂ. ദേ ആർ ദ മെയിൻ ആൻഡ് സൈഡ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത സംഭവം ഒരു ഡ്രോയിങ് ഷീറ്റിലോ, അതായത് ഒരു ഐവറി പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്തു. ബിക്കോസ് നമുക്ക് നല്ല ബലത്തിൽ അത് വേണം, അത് ചുളുങ്ങി പോകാൻ പാടില്ല. അതിനുശേഷം ഓരോ ഇമേജസും നല്ല നീറ്റായിട്ട് സിസേഴ്സ് ഉപയോഗിച്ച്, നിങ്ങൾക്കൊരു എക്സാക്റ്റോ നൈഫ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അത് ഉപയോഗിച്ചിട്ട് നല്ല പോലെ കട്ട് ചെയ്തെടുക്കുക. നല്ല നീറ്റായിട്ടിരിക്കണം, എന്നാലേ ഒരു ഫിനിഷ് കിട്ടുള്ളൂ. പിന്നെ ഇത് നിങ്ങൾക്ക് എന്ത് തീമിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലി ഫോട്ടോസോ കൊളാജായിട്ട് ഇങ്ങനെ ഈ സെയിം ഐഡിയ എന്ത് തീം വെച്ചും ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കോറൽ റീഫ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോക്സ് വളരെ ചെറുതാണ്, ഒരു ചെറിയ ബുക്കിൻ്റെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി എലമെൻസിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ മെയിൻ ക്യാരക്ടറാണിത്, ഏരിയൽ. ഷീസ് എ മെർമെയ്ഡ്. അപ്പോൾ അവരെയും കട്ട് ചെയ്തെടുക്കാം. ആക്ച്വലി ഈ ഹെയറിൻ്റെ സ്ട്രാൻഡ്സൊക്കെ സിസർ വെച്ച് കട്ട് ചെയ്യാൻ കുറച്ച് കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഏകദേശം വൃത്തികേടില്ലാത്ത പോലെ ഭംഗിയായിട്ട് വരുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ ഹെയർ സ്ട്രാൻഡ്സൊക്കെ ഞാൻ ഒഴിവാക്കി. ഇനി നമ്മുടെ ബോക്സിൻ്റെ പുറത്ത് നെയിമും അവരുടെ ലോഗോയും ഒക്കെ കാണുമല്ലോ, അപ്പം അതും നമുക്കൊന്ന് മറയ്ക്കണം, പിന്നെ ഡെക്കറേറ്റും ചെയ്യണം. ഇവിടെ 2 പോസ്റ്റേഴ്സ് ഞാനൊക്കെ കോപ്പി എടുത്തായിരുന്നു. അപ്പോൾ ഈ കോപ്പി എടുക്കുന്ന സമയത്തും നമ്മുടെ ഈ ചെയ്യാൻ പോകുന്ന ബോക്സിൻ്റെ ഒരു മെഷർമെൻറ്റ് നമ്മുടെ മനസ്സിൽ വേണം. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യണം. ബോക്സിനുള്ളിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പം കടലിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ, അതായത് ഒരു ഡീപ്പ് സീ അങ്ങനെയുള്ളൊരു വാൾപേപ്പർ ഞാൻ പോസ്റ്റർ എടുത്തായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ബോക്സിൻ്റെ ഉള്ളിൽ ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോർഗ്രൗണ്ടിലോട്ട് വേണം ഇത് ചെയ്യാൻ. ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഒത്തിരി ലിക്വിഡായിട്ടുള്ള ഗ്ലൂ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഫെവി സ്റ്റിക്കില്ലേ, സ്റ്റിക്കും പോലത്തെ ഗ്ലൂ ആണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻ്റ് ഔട്ട് ഭയങ്കര തിന്നാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എയർ ബബിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഫോർഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ജസ്റ്റ് വെച്ച് നോക്കി ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എളുപ്പം ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ ആ ഉള്ളിൽ ചെയ്ത പോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ സെയിം അണ്ടർ വാട്ടർ സീൻ തന്നെ ഞാൻ ലെഫ്റ്റ് സൈഡിലും ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ തുറക്കുമ്പോൾ ഒരു സീൻ്റെ ഉള്ളിൽ വന്ന പോലെ ഒരു ഫീല് വരും. ഇനി ഇതിൻ്റെ ഉള്ളിലെ എലമെൻറ്റ്സ് ഒട്ടിക്കാനായിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിക്കുക. കുറച്ച് തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള സൈസ് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു 3D എഫക്റ്റ് വരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോർഗ്രൗണ്ടിലോട്ട് വരുമ്പം ഓരോ എലമെൻസും ഡിഫറെൻറ്റ് ഹൈറ്റിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലോട്ട് വരുന്ന അനുസരിച്ച് ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ ലെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, ഞാൻ ഈ ഫസ്റ്റ് എലമെൻ്റ് ഒട്ടിക്കുമ്പോൾ ആ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ തിക്നെസ് കാരണം അത് കുറച്ച് ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന പോലെയില്ലേ, ഒരു 3D എഫക്റ്റ്. ഇനി അതിന് മുന്നിൽ ഒട്ടിക്കാനായിട്ട് ഒരു 3 to 4 സ്ക്വയേഴ്സ് ഓഫ് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എന്താവും, അതിൻ്റെ തിക്നെസ് കൂടും. അപ്പോൾ നമുക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച്
ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഓരോ ഹൈറ്റിൽ ഒട്ടിക്കുന്ന അനുസരിച്ച് അത് ഫോർഗ്രൗണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത പീസിന് ഞാനൊരു 4 ഡബിൾ സൈഡ് ടേപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒട്ടിച്ചതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇത് നിൽക്കുന്നത് പോലെ കാണും. ഇനി അതേപോലെ തന്നെ കുറച്ച് വാട്ടർ ബബിൾസൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വാട്ടർ ബബിൾസ് ഒന്നിൻ്റെ മേളിൽ ഇനി ഒരെണ്ണം ഓവർലാപ്പായി ഒക്കെ നിങ്ങൾക്ക് ഒട്ടിക്കാം. അതിനനുസരിച്ച് ടേപ്പ് യൂസ് ചെയ്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും. ഞാനിപ്പോൾ കുറച്ച് ഹൈറ്റിൽ ഒരു കോറലിൻ്റെ പീസ് ഒട്ടിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയാണിത്. നമുക്ക് പുറകിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ഡെക്കറേഷൻ ചെയ്യാം. അതൊക്കെ നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും. ബബിൾസ് പല പല ലെവലിലായിരിക്കുമല്ലോ വരുന്നത്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും മിഡിലിൽ നിന്നൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒട്ടിക്കുക. ഇനി നമ്മളുടെ മെയിൻ ക്യാരക്ടർ മെർമെയ്ഡിനെ ഒട്ടിക്കാം. മെർമെയ്ഡ് എന്ന് വെച്ചാൽ ഏരിയൽ സ്വിം ചെയ്ത് ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഡബിൾ സൈഡ് ടേപ്പ് ഏരിയലിൻ്റെ തലയുടെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. താഴെ ഒന്നും ഞാൻ ഒട്ടിക്കുന്നില്ല. താഴെയുള്ളതൊക്കെ കോറൽ റീഫിൻ്റെ ബാക്ക് സൈഡിലോട്ട് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് സ്വിം ചെയ്ത് വരുന്ന ഒരു ലുക്കാണ് അപ്പോൾ കിട്ടുന്നത്. ഇനി ബോക്സിൻ്റെ ഫ്രണ്ട് കുറച്ച് എംറ്റി ആയതുകൊണ്ട് കുറച്ച് വാട്ടർ വേവ്സ് ഒക്കെ കട്ട് ചെയ്ത് ചുമ്മാ ലെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ക്രിയേറ്റിവിറ്റി പോലെയാണ്. കണ്ടോ, ഇപ്പോൾ ആ സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾക്ക് ഇപ്പുറത്തെ സൈഡ് ചെയ്യാം. എനിക്കിത് കാണുമ്പോൾ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനത്തെ ബുക്സ് ഇല്ലായിരുന്നു. ഇപ്പോഴൊക്കെ ഈ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ കിഡ്സിൻ്റെ ഒക്കെ ബുക്ക് കണ്ടിട്ടില്ലേ, പോപ്പപ്പ് ബുക്സ് കണ്ടിട്ടില്ലേ, അത് ഇതേ ഡിസൈനിലല്ലേ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയല്ലേ. ഓരോ പേജ് ഓപ്പൺ ചെയ്യുമ്പം 3D പോലെ ഇങ്ങനെ ആ സ്റ്റോറിയുടെ സീൻ ഇങ്ങനെ പൊങ്ങി വരും. അതേ കൺസെപ്റ്റാണ് ഇവിടെ. അപ്പോൾ അകത്ത് നമ്മളെല്ലാം ഡെക്കറേറ്റ് ചെയ്തു. ഇനി ഫ്രണ്ടിലും ബാക്കിലും മൂവി പോസ്റ്റേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. എന്ത് വേണേലും ഒട്ടിക്കാം നിങ്ങൾക്ക്. ഞാൻ മൂവി പോസ്റ്റർ ഒട്ടിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ബുക്ക് തുറന്ന് നോക്കുന്ന പോലെ ഒരു ഫീല് കിട്ടും. ഇനി നമ്മളുടെ കലാപരിപാടികളും കഴിവുകളൊക്കെ പുറത്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ്. മെർമെയ്ഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബ്ലൂ കളർ പേൾസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി ചെയിനായിട്ട് വരുന്നതായതുകൊണ്ട് ഒട്ടിക്കാൻ എളുപ്പമായിരുന്നു. ഇനി ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. ബാക്ക് സൈഡിൽ ഒത്തിരി ഡെക്കറേഷൻസ് വേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ക്രാഫ്റ്റ് കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് നല്ലൊരു ഹാൻഡ് മെയ്ഡ് സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിളിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ വോളിലൊക്കെ നിങ്ങൾക്ക് വെക്കാം. നല്ല രസമാണ്. ഒരു മൂവി 3D പോസ്റ്റർ പോലെയാണ്. നിങ്ങൾക്കിത് ബോക്സിൽ മാത്രമല്ല പ്ലെയിൻ ഷീറ്റിലൊക്കെ ചെയ്യാം. ഫ്രെയിം ചെയ്ത വോളിൽ വെക്കാം. ഇതൊരു സിമ്പിൾ ആൻഡ് ഈസി ക്രാഫ്റ്റ് ആണെങ്കിലും നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇടുക. അപ്പോൾ ഇനിയും ഇതേപോലെ അടിപൊളി ക്രാഫ്റ്റ്സൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും ഒന്ന് ഇടുക. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി വീണ്ടും കാണുന്നവരെ ബൈ.